ഞാനതാ എനിക്ക് തോന്നി. ആരാണത്? എന്റെ എന്ന് പറഞ്ഞ ആരാണ്? ആദിദേവ് പ്രമോദ് അല്ലേ? ഓക്കെ. എന്നിട്ടോ ഇപ്പൊ പ്രശ്നമില്ലല്ലോ. ഓക്കെ, നോക്കാം മക്കളെ. അപ്പൊ നമ്മൾ നന്നി ബണ്ടിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് അല്ലേ? നന്നി ബണ്ടിയുടെ ഒരു കഥ അല്ലെ? എന്താണ് നന്നി ബണ്ടിയുടേത്? പിന്നെ ആ കുട്ടി എവിടുന്നോ കളിച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്തിരുന്നു? വന്ന ഉടനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചോദിച്ചു അല്ലെ? അപ്പൊ എന്താണ് അമ്മ പറഞ്ഞത്? അതായത് കൈയും മുഖമൊക്കെ കഴുകുക, അതിനുശേഷം ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്തു? എന്താ ചെയ്തെന്നിട്ട്? അവൻ ആ ബണ്ടി എന്ത് ചെയ്തു? ചാട്യം പിടിച്ചു അല്ലേ? കൈ കഴുകാനൊന്നും നിന്നില്ല, ചാട്യം വാശി പിടിച്ചു അല്ലേ? അപ്പൊ അതിനുശേഷമാണ് മിസ് ഇനി പറയാൻ പോകുന്നത്. മിസ് ഒന്നുകൂടി അത് പറഞ്ഞുതരാം. നേരത്തെ ഇല്ലാത്തവർക്ക് കൂടി ഒന്നുകൂടി മിസ് ആ പാരഗ്രാഫ് പറയുന്നത്. മിസ് ഇനി ഇത് ആവർത്തിക്കില്ല. മക്കളെ ഞാൻ വിളിച്ചു. നേരത്തെ ക്ലാസ്സിൽ കയറാത്ത മക്കളെല്ലാം മടിയന്മാരാണ്. ഞാൻ എല്ലാവരും വിളിച്ചു. അതിൽ 1-2 പേര് മാത്രമേ ഫോൺ ഇല്ലാത്തൊരു പ്രശ്നം പറഞ്ഞുള്ളൂ. കാരണം പേരൻസ് പുറത്തു പോയത് കൊണ്ട് ക്ലാസ് കയറാൻ പറ്റത്. അത് ഓക്കെ, അത് മിസ് അംഗീകരിച്ചു. വെറുതെ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് ഫോണും വരെ പേരന്റ് തന്നിട്ട് നിങ്ങൾ അത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ചെയ്യുന്ന ദ്രോഹമാണത്. പേരൻസിനോടായാലും അധ്യാപകരോടായാലും സ്കൂളിനോടായാലും ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നത്. കുറച്ചു പേര്, ഞാൻ എല്ലാവരും വിളിച്ചിട്ടുണ്ട്, അതിൽ കുറച്ചു പേര് വെറുതെ വീട്ടിലിരുന്നിട്ട് ഫോൺ ശ്രദ്ധിക്കാതെ, ഫോൺ ചാർജ് ചെയ്യാതെ, അതായത് അത്ര പോലും ഉത്തരവാദിത്തമില്ല. അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ട് ഈ ക്ലാസ്സിൽ. കുറച്ചു പേര് പിന്നെ അങ്ങനെ വേണ്ടാന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. അത് ശരിയല്ല, അത് നല്ല നിലപാടല്ല. മിസ് വഴക്ക് പറയിക്കാനുള്ള കാരണം വേറൊന്നുമല്ല, എനിക്ക് ദേഷ്യം തോന്നി. കാരണം നിങ്ങളോടുള്ള ഉത്തരവാദിത്തം അതായത് പേരൻസ് ചെയ്തു, കാരണം നിങ്ങൾക്ക് ഫോൺ ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് അതിൽ ചാർജ് കൃത്യമായിട്ട് ആക്കി വെക്കാനും, അതുപോലെ കൃത്യമായിട്ട് അതിന്റെ ക്ലാസ് നിങ്ങൾക്ക് ആ ക്ലാസ് ടൈമിന് പേരൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായി ക്ലാസ്സിൽ കയറാനും ആവുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്താ ഞാൻ പറയേണ്ടത്? നിങ്ങൾ LKG മക്കളൊന്നുമല്ലോ, 4ാം ക്ലാസ്സിലെത്തിയില്ലേ? അപ്പൊ അതിന് പിന്നെ പ്രത്യേകിച്ച് പിന്നെ ആദ്യം വിളിച്ച് പിന്നെ ആദ്യം നിങ്ങൾ ക്ലാസ്സിൽ കയറൂന്നൊന്നും പറയാനാക്കരുത്. സേറ എന്താ നേരത്തെ ക്ലാസ്സിൽ കയറാഞ്ഞേ? സെറേനെ എനിക്ക് നേരത്തെ വിളിച്ച് കിട്ടിയില്ല. അമ്മ എന്നാണ് വിളിച്ചു കിട്ടിയത്. അമ്മയുടെ കൂടെ അല്ല താമസം എന്ന് പറഞ്ഞു, തറവാട്ടിലാണെന്ന് പറഞ്ഞു. എങ്കിൽ കൂടി ഫോൺ ചാർജ് ചെയ്യണമെന്നും അതുപോലെ രണ്ട് ക്ലാസ് ആയിട്ട് ഉണ്ട് എന്നുള്ളതൊക്കെ ബോധമില്ല എനിക്ക്. അങ്ങനെ ഉഴപ്പാൻ ഞാൻ വിടില്ല. അങ്ങനെ ഉഴപ്പുന്നവരെ പ്രത്യേകിച്ച് ഞാൻ വരും, വീട്ടിലേക്ക് തന്നെ വരും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. നിങ്ങൾ ഇനി ഏത് കൊടുമുടിയുടെ മുകളിലാണ് നിങ്ങളെ വീട് എന്ന് പറഞ്ഞാലും ശരി, മിസ് അവിടെ എത്തും. പിന്നെ അതേപോലെ തൂക്കി പിടിച്ചോണ്ട് വരും. എവിടത്തേക്ക്? ട്രൂ ലൈറ്റ് സ്കൂളിലേക്ക്. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിടാനാ പോകുന്നത്. ഞാൻ എടുത്ത തീരുമാനം അതാണ്. നിങ്ങൾക്ക് ഇത്രയും പേരൻസ് ചെയ്തു തന്നിട്ട് നിങ്ങൾക്ക് അത് ഉത്തരവാദിത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. എന്താണ്? അടുത്ത ക്ലാസ്സിൽ നോക്കും മിസ്. വെറുതെ വീട്ടിലിരിക്കുകയാണ്, ഫോണിൽ നോക്കാൻ പറ്റുന്നില്ല എങ്കിൽ മിസ് നേരെ വരും, തൂക്കി എടുത്തുകൊണ്ട് വരും. കേൾക്കുന്നുണ്ടോ? ഇതെന്നെ ആവർത്തിക്കരുത്, ലാസ്റ്റ് വാണിംഗ് ആണ്. ഓക്കെ, കഴിഞ്ഞ ചിടിയാക്കി സീഖ് എന്നുള്ള ലെസൺ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ 35, പേജ് നമ്പർ 35. സെബ ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിച്ചാൽ മതി. സെബ വേറെ നോക്കണ്ട, ടെക്സ്റ്റ് ബുക്കും മിസ് പറഞ്ഞു ശ്രദ്ധിക്കുക. നോക്കുക, ചിടിയാക്കി സീഖ് എന്ന് പറഞ്ഞാല് ആ ഒരു ബേർഡ്, ഒരു പക്ഷി പഠിപ്പിച്ച ഗുണപാഠം. നിങ്ങളും അതുപോലെ എന്തെങ്കിലും ആരെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി വരും, എന്നാലേ നിങ്ങൾ പഠിക്കില്ല. എല്ലാവരും ജയിച്ചിട്ട് 5ാം ക്ലാസ്സിലേക്ക് പോകുമ്പോ ഇങ്ങനെ ഈ ഫോണിൽ ചാർജ് ചെയ്തിട്ട് ക്ലാസ് ഒന്നും കാണാൻ കഴിയാത്ത ടീം അതേ ബെഞ്ചിൽ ഇവിടെ ഇരുത്തേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് തരാൻ നോക്കാം. നിങ്ങൾ 4ാം ക്ലാസ് തന്നെ ഇരുന്നോ.
അപ്പൊ നോക്കുക, ചിടിയ കി സീഖ് ലെസൺ ഫ്രം എ ബേർഡ്. നന്ന ബണ്ടി ഖേൽ കൂദ് കർ ഘർ ആയ और മാം സെ ഖാന മാംഗനെ ലഗ. ചെറിയ ആ കുട്ടി ബണ്ടി എവിടുന്നോ കളിച്ച് വന്നിട്ട് വീട്ടിലേക്ക് ഓടി വന്നു. മാം സെ ഖാന മാംഗനെ ലഗ. അമ്മയോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. മാംനെ കഹാ ഹാത്ത് പയർ ധോലോ. അമ്മ പറഞ്ഞു കൈയും മുഖമൊക്കെ കഴുകാൻ. ഫിർ ഭോജൻ കർണ. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പർ ഭണ്ടി നെഹി മാന. പക്ഷേ ബണ്ടി അത് അനുസരിച്ചില്ല. മുതിർന്നവർ പറഞ്ഞത് അനുസരിക്കണം. ഇനി ആരായാലും ശരി, നിങ്ങളായാലും ശരി, ആരായാലും മുതിർന്നവർ എന്ത് പറയുന്നു അതനുസരിക്കുക. ജിദ് കർണേ ലഗാക്കി ഉസേ അഭി ഗാനാ ചാഹിയെ. അവൻ ശാഠ്യം പിടിച്ചു, അവൻ ഇപ്പൊ തന്നെ ഭക്ഷണം കഴിക്കണം. ഹാർ ധക് കർ മാംനെ ഏക് ഥാലി മേ ഖാനാ ലഗായ. അവനോട് പറഞ്ഞു മടുത്തിട്ട് അവസാനം അമ്മ എന്ത് ചെയ്തു? അവനോട് തോൽവി സമ്മതിച്ചതുപോലെ ഒരു പ്ലേറ്റിൽ ഭക്ഷണം അവന് നൽകി. ഔർ ഉസേ ഖിലാനെ ബൈഠ് ഗയി. എന്നിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. നെഹി മേ അപ്പനെ ആപ്പ് ഖാവുങ്ക. അങ്ങോട്ടോ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അടുത്തിരുന്നപ്പോ അമ്മയോട് പറഞ്ഞത് എന്താണ്? അമ്മയോട് പറഞ്ഞത് നെഹി വേണ്ട, മേം അപ്പനെ ആപ്പ് ഗാവുങ്ക, ഞാൻ പനിച്ചു തിന്നോളാം. ബണ്ടി ചില്ലായ. ആ ബണ്ടി നിലവിളിക്കാൻ തുടങ്ങി. മാന്യ ഉസേ ബഹുത്ത് സമജായാക്കി അബ് തും ബഹുത്ത് ചോട്ടേക്കോ. അമ്മ കുറെ പ്രാവശ്യം അവന് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. നീ ചെറുതാണ്, ഞാൻ നിനക്ക് വാരിത്തരാം, നീ കഴിക്കുന്നു പറഞ്ഞു. പക്ഷേ ഖാന ഗിരാ ദേത്തേഹോ മേം ഗിലാവൂങ്കി. നീ ഭക്ഷണം കഴിക്കുമ്പോ നിലത്ത് വീണു പോവും, ഞാൻ നിന്നെ തീറ്റിക്കാം എന്നൊക്കെ പറഞ്ഞു നോക്കി. നെഹി മേം അപ്പനെ ആപ്പ് ഗാവുങ്ക കഹ്കർ ബണ്ടിനെ ധാലി ഉടായി और आंगन में देखी कुर्सी पर बैठ गया. നെഹി വേണ്ട, അവർക്ക് ഷാഠ്യം തന്നെ. നെഹി വേണ്ട, മേം അപ്പനെ ആപ്പ് ഗാവുങ്ക, ഞാൻ തനിച്ചു തിന്നോളാം എന്നും പറഞ്ഞിട്ട് കഹ്കർ ഭണ്ടീനെ ധാലിയുടായി. ഒരു ബണ്ടി എന്ത് ചെയ്തു? ആ പ്ലേറ്റ് ഭക്ഷണം എടുത്തു. और आंगन में देखी कुर्सी पर बैठ गया. എന്നിട്ട് മുറ്റത്ത് വെച്ച ഒരു കസേരയിൽ പോയിട്ട് ഇരുന്നു. മാംനെ കുർസിക്ക് ആകെ ഉസ്കി ചോട്ടി സി മേസ് ലഗാദി. അമ്മയാണെങ്കിൽ എന്ത് ചെയ്തു? ആ കസേരക്ക് മുന്നേ ഒരു ചെറിയൊരു ടേബിൾ കൊണ്ടുവച്ചു കൊടുത്തു, ഭക്ഷണം കഴിക്കലേന്ന് അതിനു വേണ്ടിയിട്ട്. ഉസേ ചമ്മച്ച് പക്കടായ ഔർ കഹാ ഖാന ഖിരാന നെഹി ആരാം സേ ഖാവോ. ഒരു സ്പൂണ്, ചമ്മച്ച് മീൻസ് സ്പൂണ് കൂടി ആ ഭക്ഷണത്തിൽ ഇട്ട് കൊടുത്തു. കാരണം അവൻ കൈ മുഖമൊന്നും കഴുകിയിരുന്നില്ല. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു? ഒരു സ്പൂണ് കൂടെ അതിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, എന്താണ്? ഭക്ഷണം കളയാതെ കഴിക്കുക. മേ കപ്പടെ ധോനെ ജാ രഹി ഹൂം. ഞാൻ ഡ്രസ്സ് അലക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. ഹാ മേ ഖാ ലൂങ്ക. അപ്പൊ കുട്ടി പറഞ്ഞു ശരി, ഞാൻ തിന്നോളാം. ആപ്പ് ജായിയേ. അമ്മ പോയിക്കോളൂ, പോയാലും. മാം ചലി ഗയി. അമ്മ നടന്നുപോയി. അബ് ബണ്ടി ജി ഖാന ഗാനയിലേക്ക്. ഇപ്പൊ ബണ്ടി എന്താണ് ചെയ്തത്? മനസ്സ് നിറയെ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ്. ജബ് ഉസേ ചമ്മച്ച് സേ ടീക്ക് സേ ഗായാ നഹി ഗയാ തോ വഹ് ഹാത്ത് സേ ഹി ഗാനെ ലഗ. അവന് സ്പൂണിലൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ട് കാരണം അവൻ സ്പൂൺ മാറ്റി പകരം കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അത് നല്ല ശീലാണോ? നല്ല ശീലമാണോ? എന്താ കാരണം? അവന് സ്പൂണ് കൊടുത്തത് എന്തായിരിക്കും കാരണം? അമ്മ എന്തിനാ അവന് സ്പൂണ് കൊടുത്തിരിക്കുന്നത്? അവൻ കൈ കഴുകാതെ കളിച്ചിട്ട് വന്നിട്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നത് കൊണ്ടാണ് സ്പൂണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? ആണോ? അതെ. എന്നിട്ട് ആ സ്പൂൺ മാറ്റിയിട്ട് അവൻ കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ അത് നല്ല ശീലമാണോ? നോ. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്? ബസ് ഫിർ ക്യാ താ? പിന്നെന്താ സംഭവിച്ചത്? കഹി സഫേദ് സഫേദ് ചാവൽ, കഹി പീലി പീലി ദാൽ, കഹി സബ്ജി, കഹി ദഹി കെ ദാഗ് കപ്പടെ പർ നസർ ആനെ ലഗെ. അത് ചോറും അത് പരിപ്പ്. കഹി പീലി പീലി ദാൽ. ദാൽ മീൻസ് പരിപ്പ്, മഞ്ഞ പരിപ്പ്. കണ്ടിട്ടുണ്ടോ? പരിപ്പ് കണ്ടോ? പരിപ്പ് കറി അറിയില്ലേ? പരിപ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? യെസ്. അപ്പൊ ആ മഞ്ഞ കളർ. അതുപോലെ കഹി സബ്ജി, എവിടെയൊക്കെയോ പച്ചക്കറി കഷ്ണങ്ങള്. ഇങ്ങനെ അവിടെ ഇവിടെയും വീണ് കിടക്കുന്ന അവന്റെ ഡ്രസ്സിലും. ദോഡാസ ഗാനയ്ക്ക് ബാദ് ബണ്ടിജി മൗജ് മേം ആകെ. അല്പാൽപമായിട്ടാണ് അവൻ കഴിക്കുന്നത്. ഖാനെ കി ദാലി മേ ഗിലാസ് കാ പാനി മേ ഉഡേൽ ദിയാ और फिर सारी थाली का पानी और खाना छत पर बिखरा दिया. അവൻ എന്ത് ചെയ്തു? ഒരു ഗ്ലാസ് വെള്ളം കൂടി ആ പ്ലേറ്റിൽ വെച്ചു. അവിടെ എവിടെയൊക്കെ മറഞ്ഞു, ഒന്നും പറയണ്ട. ആ
അവനിരുന്ന ഭാഗത്തൊക്കെ ഭക്ഷണങ്ങള് ഇങ്ങനെ വിതറി അണക്കെയായി. അവിടെ ഇവിടെയൊക്കെ വേറിട്ടു അല്ലെ. എന്താണ് പിന്നെ അചാനക് മമ്മി ബാഹറാകൈ, പെട്ടെന്ന് മമ്മി അവിടത്തേക്ക് വന്നു. ബണ്ടിക്ക് ലീപ്പാ പോത്തിതേക്ക് കറുനെ ബഹുത്ത് ഗുസ്സായ, ബണ്ടിയുടെ ആ ഭക്ഷണം കഴിച്ചിട്ട് അവന്റെ അവസ്ഥ കണ്ടപ്പോഴ് മമ്മിക്ക് ദേഷ്യം വന്നു. എന്താ കാരണം? എന്തായിരിക്കും കാരണം? അവിടെ ഇവിടെയൊക്കെ അതായത് ഭക്ഷണമൊക്കെ വാരി വലിച്ചെറിഞ്ഞ് അതുപോലെ ഡ്രസ്സിലൊക്കെ വീണിട്ട് കാരണമാണ് ദേഷ്യം വന്നത്. മാനെ ഭണ്ടിക്ക് ഗാൽ പർ ഏക് തമാച്ച ജഡ് ദിയ. അത് നമുക്കെല്ലാം കിട്ടുന്ന തന്നെ. എന്താണ് കിട്ടാറില്ല? നിങ്ങൾക്കെല്ലാം അടി കിട്ടാറില്ലേ? അടി കിട്ടാതെ തന്നെ കുറവാണ് നിങ്ങൾക്കല്ലേ. ഇപ്പൊ അടി കിട്ടാത്ത കുറെ കുറവുണ്ട് നിങ്ങൾക്ക്. അതാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഓരോരോ കുരുത്തക്കേടുകളോ ഒപ്പിച്ചു വെക്കുന്നത്. ഇവൻ എന്താ ചെയ്തത്? ബണ്ടിക്ക് നല്ല കവിളിന് നോക്കി നല്ലൊരു അടി കിട്ടി. തമാച്ച, തമാച്ച എന്നല്ല അടി അമ്മയുടെ കയ്യിൽ നിന്ന്. എന്നിട്ടോ ഔർ ബോലി, എന്നിട്ട് പറഞ്ഞു ബണ്ടി തും ബഹുത്ത് ശരാരത്തി ഹോ തേജാ രഹേ ഹോ, നീ എനിക്ക് കുറച്ച് വികൃതി കൂടുന്നുണ്ട്, നീ വളരെ വികൃതിയുള്ളവനാണ് തന്നെ, കഷ്ടമുണ്ട് നിന്റെ കാര്യം എന്ന് പറഞ്ഞു. അഗർ ഗിരായാ ഹുവാ ഗാനാ സാഫ് ന കിയാ തോ തുമാരി ഖൈർ നഹി, നീ ഇവിടെ നിലത്ത് വീണെടുക്കുന്ന ഈ ഭക്ഷണ സാധനങ്ങളെ വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. മമ്മി കുച്ച് കപ്പടെ ഉടാക്കർ വാപ്പസ് ഗുസല്ലാക്കനെ മേൻ ചലി ഗയി, അവിടെ നിന്നിട്ട് അമ്മ കുറച്ച് ഡ്രസ്സ് ഇട്ടിട്ട് അമ്മ പുറത്തേക്ക് പോയി. ബണ്ടി ചുപ് ചാപ് സിസക്കിനെ ലഗ, അവൻ മിണ്ടാതെ അവിടെ നിന്നിട്ടോ വഹ് രോത്തേ രോത്തേ സൂചന ലഗ, അവൻ ചിണുങ്ങി കരൻ തുടങ്ങി. കാരണം നല്ല അടി കിട്ടിയില്ലേ കവിളിന്, പറഞ്ഞിട്ട് അനുസരിക്കാഞ്ഞിട്ട്. അപ്പൊ അവൻ അവിടെ നിന്ന് ചിണുങ്ങി കരയാണ്. അപ്പൊ എന്താ ചെയ്തത്? അവൻ ചിന്തിച്ചു എന്ത്, അഗർ മൈനെ ഗിരായാ ഹുവാ ഗാനാ സാഫ് നഹി കിയാ തോ മമ്മി മുझे और മാരേങ്കി, ഇനി ഞാൻ ഇവിടെ നിലത്ത് വീണ് കിടക്കുന്ന ഈ ഭക്ഷണ സാധനങ്ങളെ വൃത്തിയാക്കിയില്ലെങ്കിൽ അമ്മ വീണ്ടും വന്ന് എന്നെ തല്ലും. पर इसे साफ कैसे करूं, പക്ഷെ ഞാൻ ഇതെങ്ങനെ വൃത്തിയാക്കും? वह रोता जा रहा था कि एक नन्ही चिड़िया छत के कोने से उड़कर उसके पास आई और बोली, അവൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഒരു പക്ഷി, ഒരു ചെറിയ പക്ഷി പാറി വന്ന് അവന്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, ചീം ചീം ക്യോ രഹത്തെ ഹോ ബേട്ടി, ബണ്ടി, സോറി ബേട്ടി അല്ല ബണ്ടി, നീ എന്തിനാ കരയുന്ന ബണ്ടി എന്ന് ചോദിച്ചു ആ പക്ഷി. എന്താ ചോദിച്ചത്? നീ എന്തിനാണ് കരയുന്നത്? അപ്പൊ എന്താണ് ആൻസർ പറഞ്ഞത്? ഗാനാ ഗിർ ഗയ മമ്മി മാരേങ്കി ബണ്ടി സുബക്തേ ഹുയേ ബോല, ഭക്ഷണം നിലത്ത് വീണു, അമ്മ വന്ന് അടിക്കും. എന്താണ് കാരണം? കരയുന്നതിന്റെ കാരണം എന്താണ്? ഭക്ഷണം നിലത്ത് വീണു, അതുപോലെ അത് വൃത്തിയാക്കിയില്ലെങ്കിൽ അമ്മ വന്ന് അടിക്കുന്നു അല്ലെ. പേജ് നമ്പർ നെക്സ്റ്റ് പേജ് എടുത്തേ, 36. മിസ് വായിക്കാം. പേജ് നമ്പർ 36. സെബ എടുക്കുന്നുണ്ടോ? മിസ് വായിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കണേ. ഓക്കെ. ചുപ്പ് ഹോ ജാവോ, നീ മിണ്ടരുത്. ഇസേ മേം സാഫ് കർ ദേത്തി ഹും, ഇത് ഞാൻ വൃത്തിയാക്കാം. കഹ്കർ ചിടിയ ഉടി ഔർ അപ്നെ ദോ ചോട്ടെ ബച്ചോं को साथ लेकर आ गई. എന്താ പക്ഷി പറഞ്ഞത്? നീ കരയണ്ട, നീ മിണ്ടണ്ട, ഞാൻ വൃത്തിയാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ പക്ഷി പാറി പറന്നങ്ങ് പോയി. എന്നിട്ട് തന്റെ 2 കുട്ടികളെയും കൂട്ടി കൊണ്ടുവന്നു, പക്ഷി കുഞ്ഞുങ്ങളെ. फिर वह दाना दाना करके गाना उड़ाने लगी, कभी वह चावल उड़ाती और बच्चों को गिलाने लगी. ആ പക്ഷി തന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിട്ട് ഈ ധാന്യങ്ങള്, ഈ ചോറുമണികൾ, അത് നിലത്ത് വീണ ആ ചോറുകളൊക്കെ എന്ത് ചെയ്തു? കൊത്തി കൊത്തി ആ പക്ഷി കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ഇട്ട് കൊടുത്തു. എല്ലാം കൊത്തി എടുക്കുകയാണ് ചെയ്തത്. ബച്ചേ ചീൻ ചീൻ കർത്തെ ഹുയേ അപ്നെ ലാൽ ലാൽ ചോഞ്ച് ഗോൽ ദേത്തെ ഹെ. ചീൻ ചീൻ എന്ന് പറഞ്ഞാൽ ആ പക്ഷികൾ കരയുന്ന ശബ്ദമാണ് കേട്ടോ. അപ്പൊ ആ നല്ല തന്റെ ചുവന്ന ചുണ്ടുകള്, ആ അമ്മ ഭക്ഷണം തരുമ്പോ ചുവന്ന ചുണ്ടുകള് തുറന്നു വെച്ചു കൊടുത്തു. ആര്? ആ കുഞ്ഞുങ്ങള്, പക്ഷി കുഞ്ഞുങ്ങള്. പക്ഷികളെയും കുഞ്ഞുങ്ങളെയും കണ്ടിട്ടുണ്ടോ? അത് ചോദിക്കട്ടെ ആദ്യം. എവിടെ? യൂട്യൂബിലാണോ? ഫോണിലാണോ? എവിടുന്ന പിന്നെ കണ്ടേ? ഉണ്ടല്ലേ.
നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങാറുണ്ടോ? പുറത്തിറങ്ങി നോക്കാറുണ്ടോ? നിങ്ങൾ പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ കാണാറുണ്ടോ? കേൾക്കാറുണ്ടോ? പക്ഷികളെ കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷി ഏതാ? പീകോക്ക്. പ്രാവ്. ഏത്? പീകോക്ക്. പീകോക്ക്. ദേവാനിനൊക്കെ പീക്കോക്കാന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ എന്തെങ്കിലും പറയുന്നുണ്ടോ? പീകോക്ക്. ഓക്കെ. അബ്ദുൽ ബാസിന്റെ പേരിൽ തത്തയാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് ആ പക്ഷി കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ചോറുമണികളെ ഇത് കൊത്തിയിട്ട് അതിന്റെ വായിലിട്ട് കൊടുക്കുകയാണ് അല്ലെ? അപ്പൊ ആ പക്ഷി കുഞ്ഞുങ്ങൾ അതിന് കണക്കായിട്ട് വായി തുറന്നു കൊടുക്കുന്നുണ്ട്, കൊക്കുകള് തുറന്നു കൊടുക്കുന്നുണ്ട്. ചിടിയ ജഡ് ഉൻകെ മുഖമേ ദാന ദേത്തി. അപ്പൊ വായ തുറന്നു പിടിക്കുമ്പോ അതിലേക്ക് എന്ത് കൊടുക്കും? ഈ അമ്മ ഈ ചോറ് കൊത്തിയിട്ട് അതിന്റെ വായിലേക്ക് ഇട്ട് കൊടുക്കും അല്ലെ? എന്തൊരു സ്നേഹാന്ന് നോക്കിയ അമ്മയും മക്കളുടെയും. ബണ്ടി ഹസ്നെ ലഗ ഔർ ബഡേ മസേ സേ ചിടിയ കാ ഗാന ഗിലാന ദേഖ്നെ ലഗ. അപ്പൊ അത് കാണുമ്പോഴേ അവന് സന്തോഷം തോന്നി, അവന് ചിരി വന്നു, അവൻ ചിരിക്കാൻ തുടങ്ങി. അതുമല്ല, കൂടാതെ അവൻ ഇങ്ങനെ തമാശയോട് കൂടി നല്ല രസത്തോടു കൂടി ആ കാഴ്ച കണ്ടു. എന്ത് കാഴ്ച? ഈ അമ്മ ഇങ്ങനെ ചോറ് കൊത്തിയിട്ട് മക്കളുടെ വായിലേക്ക് പക്ഷി കുഞ്ഞുങ്ങളുടെ വായിലേക്ക് കൊടുക്കുമ്പോൾ അവര് വായ തുറന്നു പിടിക്കുന്നതൊക്കെ കാണുകയായിരുന്നു. അല്പനേര സമയം കൊണ്ട് തന്നെ അവിടെ നിലത്ത് വീണ ഭക്ഷണങ്ങളൊക്കെ ആര് കൊത്തിക്കഴിച്ചു? ഈ പക്ഷി കുഞ്ഞുങ്ങളും അതിന്റെ അമ്മയും. വഹ്ബോലി ചീഞ്ചി ഹോഗയി സഫായി. എന്നിട്ട് പക്ഷി പറഞ്ഞു, ഓക്കെ, ഇവിടെ വൃത്തിയായല്ലോ, അവിടെ വൃത്തിയാക്കി കഴിഞ്ഞു പക്ഷി. ഹാ ചോട്ടി ചിടിയ തും കിതനി അച്ചി ഹോ ബണ്ടി ബോല. അപ്പൊ ബണ്ടി പറഞ്ഞു, ശരിയാണ്, നിങ്ങളുടെ കുഞ്ഞു മക്കൾ എന്ത് ഭംഗിയാ കാണാൻ. ചീഞ്ചീൻ ചൂഞ്ചൂൻ ദേക്കോ ബണ്ടി അഭി തും ബഹുത്ത് ചോട്ടെ ഹോ. അപ്പൊ ആ അമ്മ പക്ഷി എന്താ പറഞ്ഞത്? ദേക്കോ ബണ്ടി, നോക്കു മോനെ, നീയും ചെറുതാണ്, വളരെ ചെറുതാണ്. മേരെ ബച്ചോം കീ തരഹ്, എന്റെ കുട്ടികളെ പോലെ തന്നെ നീയും ചെറുതാണ്. അഭി തും ഭി അപ്നി മമ്മി കെ ഹാത്ത് സേ ഖാനാ ഖായാ കരോ, ചിടിയാനെ കഹ. ഇതെന്താ പക്ഷി പറഞ്ഞത്? നീയും നിന്റെ മമ്മിയുടെ കൈ കൊണ്ട് തന്നെ ഭക്ഷണം വാങ്ങി കഴിക്കുക. എന്റെ മക്കൾക്ക് ഇപ്പൊ ഞാൻ കൊത്തി കൊടുക്കലേ ചെയ്തത്, അതേപോലെ നീയും എന്ത് ചെയ്യണം? നിന്റെ മമ്മിയോട്, നീയും എന്റെ മക്കളെ പോലെ ചെറിയവരാണ്, അപ്പൊ നീയും എന്ത് ചെയ്യണം? നിന്റെ മമ്മി തരുന്ന ഭക്ഷണം കഴിക്കണം. ദേക്കുങ്ക വണ്ടി ലാപ്പർവാഹി സേ പോല. ശരി, നോക്കാന്ന് പറഞ്ഞു. നെഹിം തുമേ ഐസ കർനാ ഹി ഹോഗ. അപ്പൊ എന്താ പറഞ്ഞത് പക്ഷി? പോരാ, നീ തീരുമാനത്തിൽ ഉറപ്പിക്കണം. ഭോജൻ കിരാന കോയി അച്ചി ബാത് നെഹി. ഭക്ഷണം നിലത്ത് വീഴുക എന്ന് പറഞ്ഞാല് നല്ല കാര്യല്ല. നിങ്ങൾ ഭക്ഷണം നിലത്തിടാതെ ഭക്ഷണം കഴിക്കാറുണ്ടോ? എത്ര പേര് അങ്ങനെ കഴിക്കുന്നവരുണ്ട്? ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരുവേ, കളവൊന്നും പറയണ്ട. നിങ്ങൾ ചോറുണ്ട് എഴുന്നേറ്റ് പോകുമ്പോ എത്ര എണ്ണം ഉണ്ട് ആ ടേബിളില് വിതറി കിടക്കുന്നത്? ഇന്ന് കാണാൻ നമുക്ക് ചോറുണ്ടുമ്പോ. ഇപ്പൊ നിങ്ങൾ എന്നെല്ലാം പറയുന്നുണ്ട്, മിസ് ഒന്നും ഞാൻ കളയാതെയാണ് ഭക്ഷണം നിലത്ത് കളയാതെയാണ് കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാട്ടോ. നിങ്ങളെ നോക്കാൻ വേണ്ടി മിസ് വരും. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മിസ് നോക്കാൻ വേണ്ടി വരും, ആരാണ് ഭക്ഷണം നിലത്ത് വീഴുന്ന കളയുന്ന നോക്കട്ടെ. അപ്പൊ ഇവിടെ എന്താണ് ആ പക്ഷി പറഞ്ഞത്? ഭക്ഷണം നിലത്ത് കളയുന്നത് നല്ലതല്ല. ബഹുത്ത് മെഹനത്ത് കെ ബാദ് ഘർ മേ അനാജ് ആതാ ഹെ. എന്താ കാരണം? ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇവിടേക്ക്, നിന്റെ വീട്ടിലേക്ക് ധാന്യങ്ങൾ വരുന്നത്. കഠിനാധ്വാനം. അപ്പൊ ആരാ കഠിനാധ്വാനം ചെയ്യുന്ന അറിയണ്ടേ? ചിടിയാനെ ഉസേ സമജാത്തെ ഹുയെ കഹ. എന്തുകൊണ്ടാണ് നിലത്ത് ഭക്ഷണങ്ങൾ സാധനങ്ങൾ വേറിക്കൂടാന്ന് പറയാൻ കാരണം എന്താണ്? വേസ്റ്റ് ആക്കി കളഞ്ഞൂടാന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാല്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വരുന്നത്. വഹ് കൈസേ ബണ്ടിനെ ചിടിയാസെ പൂച്ച. അപ്പൊ ബണ്ടി ചോദിച്ചു, അതെങ്ങനെയാ വരുന്നത്? ഭക്ഷണങ്ങള് വീട്ടിലേക്ക് ഒരുപാട് പരിശ്രമിച്ചാ വരുന്നില്ല, അതെങ്ങനെയെന്ന് ചോദിച്ചു. അപ്പൊ എന്താ ഉത്തരം പറഞ്ഞത്? തുമ്നെ കഭി ഖേത് മേ കിസാൻ കോ കാം കർത്തെ ദേഖാ ഹെ, ചിടിയാനെ പ്രശ്നിക്കുക. അപ്പൊ പക്ഷി ആ ബേർഡ് അങ്ങോട്ട് അവനോട് ഒരു ചോദ്യം ചോദിച്ചു, നീ എവിടെയെങ്കിലും ഏതെങ്കിലും വയലുകളിൽ, വയല് പറഞ്ഞറിയോ?
കൃഷി ചെയ്യുന്ന സ്ഥലം. വയലുകളിൽ ഏതെങ്കിലും കൃഷിക്കാരൻ ജോലി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൃഷിക്കാരനെ അറിയോ? അറിയാം. ആർക്കൊക്കെ അറിയാം? അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. വയലുകളിൽ കൃഷി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, കൃഷിക്കാരുണ്ട്. അവരൊക്കെ ഓരോരോ ഭാഗങ്ങളിൽ വിളകൾ കൊണ്ടു കൊടുക്കുന്നതോടെ നമുക്ക് ഇങ്ങനെ കടയിൽ പോയിട്ട് വാങ്ങിയിട്ട് കഴിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നെഹീൻ തോ ബണ്ടിന് ഉത്തർ ദിയ, ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അരേ ഭായി बेचारा किसान दिन भर खेतों में काम करता है तब अनाज पैदा होता है. മോനെ, അത് കൃഷിക്കാരൻ രാവും പകലും മുഴുവൻ, അതായത് രാത്രിയും പകലും എന്നില്ലാതെ വയലുകളിൽ കൃഷി ചെയ്തിട്ടാണ് മോനെ നിനക്ക് ഈ ധാന്യങ്ങള് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നത്. തുമാരി പാപ്പ ദിൻ ഭർ ദഫ്തർ മേ കാം കർത്തെ ഹെ. നിങ്ങളുടെ അച്ഛൻ ദിവസവും ഓഫീസിൽ ജോലിക്ക് പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ തബ് പൈസ കമാത്തെ ഹെ, എന്നിട്ട് വേണമെങ്കിൽ നിന്റെ പപ്പയ്ക്ക് വേണമെങ്കിൽ പണം സമ്പാദിക്കാം. അച്ഛൻ ഓഫീസിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും അല്ലെ, എന്നിട്ടാണ് പണം കൊണ്ടുവരുന്നത് നിങ്ങൾ പറയും. ദേ ഉസി പൈസേ അനാജ് ഖരീദ് കർ ലാത്തെ ഹെ. ഈ അച്ഛൻ ഓഫീസിൽ നിന്ന് ജോലി ചെയ്ത ആ പണം കൊണ്ട് വന്നിട്ട് എവിടുന്നാണ്? കടയിൽ പോയിട്ടാണ് നിങ്ങൾക്ക് ധാന്യങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നത്. ചിടിയാനെ ഉസേ സമജായ. പക്ഷി അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അത് കടയിൽ പോയിട്ട് വെറുതെ കിട്ടില്ലല്ലോ. നിന്റെ വീട്ടിലെ ആരായാലും അവര് ജോലി ചെയ്ത് ആ പൈസ കൊണ്ടാണ് കടയിൽ പോയിട്ട് വാങ്ങുന്നത് അല്ലെ. മഗർ മുജേത്തോ മമ്മീനെ കബി നഹീ ബതായ. അപ്പൊ അവൻ എന്താ പറഞ്ഞത്? എനിക്ക് ഇതുവരെ എന്റെ മമ്മി ഇതൊന്നും എനിക്ക് കഥ പറഞ്ഞു തന്നില്ല. മേം തോ കോയി ബി ചീസ് ഗുസ്സാനെ പർ ഫേങ്ക് ദേത്താകും. ഞാനാണെങ്കിലോ എനിക്ക് എന്തെങ്കിലും ദേഷ്യം വരുമ്പോ ഞാൻ ഇന്നതാന്നൊന്നുമില്ല, ഏത് സാധനം എടുത്തെറിയും. എന്റെ സ്വഭാവമാണത്. ആര് പറഞ്ഞു? ബണ്ടി. അങ്ങനെയുള്ളവരില്ലേ നമ്മളെ മക്കളിലില്ലേ? 4ാം ക്ലാസ്സിലെ മക്കളില് ദേഷ്യം വരുമ്പോ കിട്ടിയെടുത്തെറിയുന്ന സ്വഭാവം. എല്ലാം നല്ല മക്കളാന്ന് ഇപ്പൊ പറയും. എല്ലാരും നല്ല മക്കളാന്ന് പറയും. കണ്ടറിയാം, നിങ്ങളെ മുഖം കണ്ടറിയാം നിങ്ങൾ എങ്ങനെയുള്ള വികൃതികളാന്ന്. ഓരോരുത്തരുടെയും മുഖം കണ്ട് നിങ്ങൾ പാവം എന്റെ കണക്കേറ്റ് എന്റെ മുമ്പിൽ ഇരിക്കുന്നില്ലേ, എനിക്ക് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് പെരുമാറുന്നത് എന്നല്ല, ദേഷ്യം വരുമ്പോ നിങ്ങൾ എങ്ങനെയാന്നല്ലോ കേട്ടോ. നിങ്ങൾ അത്ര വലിയ മാന്യന്മാരാവണ്ട. അപ്പൊ എന്താണ് ഈ കുട്ടി പറഞ്ഞത്? എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല, ഞാൻ എന്ത് ചെയ്യാറുണ്ട്, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ കിട്ടിയ സാധനം എടുത്ത് എറിയാറുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ബണ്ടിനെ കഹ ബുരി ബാത്, മോശം കാര്യാണല്ലോ. തുമാരി മാമ്പി തോ ദിൻ ഭർ രസോയി മേ കാം കർക്കെ തുമാരെ ലിയെ ഖാന ബനാത്തി ഹെ ബേചാരി കിത്തനി ദക്ക് ജാത്തി ഹെ ചിടിയ ബോലി. അപ്പൊ ആ പക്ഷി വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ട് പൈസ കൊണ്ടുവന്നിട്ടാണ് നിങ്ങളെ വളർത്തുന്നത്. അതേപോലെ അമ്മയ്ക്കൊണ്ട് ഒരുപാട് ജോലി. നിങ്ങൾക്ക് തോന്നും അല്ലെ അമ്മക്ക് എന്താ പണിയിടാൻ നോക്കും അല്ലെ. നിങ്ങള് കുറച്ച് എഴുതി തന്ന നോട്ട് നിങ്ങൾ അമ്മക്ക് എന്താ പണി നോക്കിയല്ലേ? ഇല്ലേ? ഉണ്ട്. അമ്മയ്ക്ക് ഒരുപാട് ജോലിയുണ്ട്. എന്താ ജോലി? ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നാല് അതൊക്കെ ഭക്ഷണത്തിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് പാചകം ചെയ്തു തരണം, നിങ്ങളുടെ വസ്ത്രം അലക്കണം, നിങ്ങളെ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ അമ്മയുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അമ്മയ്ക്ക് ഒരുപാട് ജോലി ഉണ്ടെന്ന് ആര് പറഞ്ഞു? ആ പക്ഷി. നിന്റെ അമ്മ തുമാരി മാംഭീത്തോ, നിന്റെ അമ്മയാണെങ്കിലോ ദിൻഭർ, എല്ലാ ദിവസവും. ഒരു ദിവസം ലീവ് ഉണ്ട് അടുക്കളയ്ക്ക്, കിച്ചണിൽ ലീവ് ഉണ്ട് ഏതെങ്കിലും ദിവസം നിങ്ങളെ വീട്ടില്? പിന്നെ ഒരു ദിവസം ലീവാന്ന്, കിച്ചണിൽ ലീവാന്ന് പറഞ്ഞിട്ട് അമ്മ നിൽക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ദിൻഭർ, എല്ലാ ദിവസവും. രസോയിമേം, അടുക്കളയിലെ കാം കർക്കെ തുമാരെ ലിയെ ഖാന ബനാത്തി ഹെ, ജോലി ചെയ്തിട്ടല്ലേ നിങ്ങൾക്ക് ഭക്ഷണമാക്കി തരുന്ന അമ്മ. ബേചാരി, പാവം തന്നെ. കിത്തനി ദക്ക് ജാത്തി ഹെ, എത്ര ക്ഷീണം വരുന്നുണ്ട് ജോലിയൊക്കെ ചെയ്തിട്ട്. ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിട്ട് ആ അമ്മയ്ക്ക് എത്ര ക്ഷീണം ഉണ്ടെന്ന് അറിയോ നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ അത്? നമുക്കതൊന്നും അറിയണ്ട മിസ്സേ. നമുക്ക് കൃത്യമായൊരു ഭക്ഷണം കിട്ടണം അല്ലേ, നമ്മളെ കൃത്യമായി നോക്കിക്കൊള്ളണം. നമുക്കതൊന്നും അറിയണ്ട. അമ്മ കഷ്ടപ്പെടുന്നുണ്ടോ അച്ഛൻ കഷ്ടപ്പെടുന്നുണ്ടോ ഒന്നും അറിയണ്ടെന്ന് പറയും. കുറച്ച് നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കണം കേട്ടോ. ചിടിയാനെ ഉസേ സമജായ. പിന്നെന്താ പറഞ്ഞ? ചിടിയ പോലെ ഹാം യഹ് തോ സഹി ഹെ ചോട്ടി ചിടിയ ബണ്ടി സിർ ഹിലാത്തെ ഹുയെ പോലെ.
ശരിയാണ്, ഇതൊക്കെ ശരിയാണെന്ന് ബണ്ടി തലകുലുക്കി സമ്മതിച്ചു. तो फिर आज के बाद तुम खाना नहीं गिरावोगे, चिड़िया ने पूछा. അപ്പൊ ചിടിയ ചോദിച്ചു, പിന്നെ ബണ്ടിയോട് ചോദിച്ചു, ഇനി നീ ഭക്ഷണം വേസ്റ്റ് ആക്കി കളയുമോ? നീ വെറുതെ ദേവാന്റിനെ കത്രികയിലൊന്നും എടുത്ത് മാറ്റി, നീ ഇതിന് അനാവശ്യ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുന്ന ക്ലാസ്സില്. അവിടുന്ന് ഇങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ട് കത്രിക വെച്ചിട്ട് എവിടെയെങ്കിലും കയ്യോ കാലോ മുറിക്കാൻ നിൽക്കരുത്. അപ്പൊ നീ ഇനി ഭക്ഷണം വേസ്റ്റാക്കി കളയോ എന്നുള്ളതിന് എന്താ പറഞ്ഞത്? നെഹീം, കഭി നെഹീം, ഒരിക്കലും ഇല്ല. ബണ്ടിനെ ഉത്തർ ദിയ. ബണ്ടി ആൻസർ പറഞ്ഞ എന്താണ്? ഞാൻ ഒരിക്കലും ഭക്ഷണം വേസ്റ്റ് ആക്കി കളയില്ല, ഞാൻ ഒരു സാധനം എടുത്തെറിയില്ല, അല്ലെ? അമ്മയെ ഒന്നും പറയുകയും ചെയ്യില്ല. അപ്പൊ നിങ്ങളോ? നിങ്ങളുടെ അവസ്ഥ എന്താ? ഭക്ഷണം വേസ്റ്റ് ആക്കി കളയാനി മുതലേ? ഇന്ന് മുതൽ അങ്ങനെയൊന്നും ഇല്ല, അല്ലേ? അമ്മയുടെ ബുദ്ധിമുട്ടും അച്ഛന്റെ ബുദ്ധിമുട്ടും ഒക്കെ അറിയുന്നുണ്ട്. അതുപോലെ ഭക്ഷണം വേസ്റ്റ് ആക്കി കളയില്ല, അതൊക്കെ ഇന്ന് മുതൽ തീരുമാനം എടുത്തു. ഇനി ഏതെങ്കിലും സാധനങ്ങൾ എടുത്തിട്ട് എറിയോന്ന് ചോദിച്ചു. നെഹി ബണ്ടീനെ സിർജുഗാക്ക, ഇല്ലാന്ന് മറുപടി പറഞ്ഞു. तो फिर हमारी आज से पक्की दोस्ती हो गई, എന്നാ ഇന്ന് മുതൽ നമുക്ക് നല്ല കൂട്ടുകാരാവാം. चिड़िया ने खुश होकर कहा. चिड़िയ അതായത് സന്തോഷത്തോടു കൂടി പറഞ്ഞു, നമുക്ക് ഇന്ന് മുതൽ ഫ്രണ്ട്സ് ആവാം. ठीक है अगर मैं तुम्हें गाना देना चाहूं तो, बंडी ने चिड़िया से पूछा. അപ്പൊ ബണ്ടി പക്ഷിയോട് ചോദിച്ചു, ബേർഡിനോട് ചോദിച്ചു എന്താണ്? ठीक है ശരി, പക്ഷെ എനിക്ക് നിങ്ങൾക്ക് ഭക്ഷണം തരാൻ ആഗ്രഹം തോന്നിയാലോ? പക്ഷികൾക്ക് അല്പം ഭക്ഷണം കൊടുക്കണം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അതെന്താ ബേർഡ് പറഞ്ഞത്? तो एक छोटे से बर्तन में आंगन के किनारे रख दिया करो, जरा सा हमें तो जरा सा ही चाहिए ना, कहकर छोटी चिड़िया अपने बच्चों के साथ उड़ गई. എനിക്ക് ഭക്ഷണം തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ഒരു പാത്രത്തിലെ കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ആ വീടിന്റെ മുറ്റത്ത് സൈഡിലായിട്ട് എനിക്ക് വെച്ച് തന്നോളൂ, ഞാൻ ചിലപ്പോ വന്നിട്ട് കഴിച്ചോളാം, നിർബന്ധമില്ല, എനിക്ക് തരണം നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ആ പക്ഷി തന്റെ പക്ഷി കുഞ്ഞുങ്ങളെയും കൂട്ടി പറന്നുപോയി. ബണ്ടിനെ ഹാത്ത് പയർ ധോയേ, ബണ്ടി എന്ത് ചെയ്തു? കയ്യും മുഖമൊക്കെ കഴുകി. സാഫ് സുതരാ ബൻകർ കുർസി പർ ബൈഠ് ഗയാ, നീറ്റായിട്ട് നല്ല കുഞ്ഞായിട്ട് എന്ത് ചെയ്തു? കയ്യും മുഖമൊക്കെ കഴുകി നല്ല നീറ്റായിട്ട് തന്റെ കസേരയിൽ വന്നിരുന്നു. മാ നഹാ ധോക്കർ ബാഹർ ആയിധോ, അമ്മ അലക്കൊക്കെ കഴിഞ്ഞ് മുറിയിൽ വന്നപ്പോഴോ ബണ്ടി ഔർ ചത്തുക്കോ സാഫ് ദേക്ക് കർ ഖുശ് ഹോ ഗയി, ബണ്ടിയും നല്ല നീറ്റായിട്ടിരിക്കുന്നു, അവൻ ഭക്ഷണം കഴിച്ച ഭാഗത്തും നല്ല നീറ്റ് കണ്ടു. അപ്പൊ അത് കണ്ടപ്പോഴേ അമ്മയ്ക്ക് സന്തോഷായി, ഹാപ്പി ആയിട്ട് നിന്നു. ആര്? അമ്മ. എന്താ സന്തോഷം? കാരണം അവൻ കയ്യും മുഖമൊക്കെ കഴുകി നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ അവൻ കഴിച്ചെടുത്തിട്ടെല്ലാം ഒക്കെ വൃത്തിയാക്കി, വേസ്റ്റ് ഒക്കെ വൃത്തിയാക്കി, പക്ഷികളായാലും അത് അവിടെ വൃത്തിയാക്കിയതൊക്കെ കണ്ടപ്പോഴേ അമ്മയ്ക്ക് സന്തോഷം തോന്നി. ആ ലെസൺ മനസ്സിലായോ മക്കളെ? ലെസൺ മനസ്സിലായോ? മനസ്സിലായോ? കഥ മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പൊ ആ പക്ഷി ആ കുട്ടിയെ പഠിപ്പിച്ച ഗുണപാഠം എന്തൊക്കെയാന്ന് മനസ്സിലായല്ലോ? അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഭക്ഷണങ്ങൾ കൊണ്ടുതരുന്നത്, നിങ്ങൾക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തരുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്നും വേസ്റ്റ് ആക്കി കളയരുത്. നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് കാണാൻ വേണ്ടി ഫോണും തന്നു, അതും നിങ്ങൾ വേസ്റ്റ് ആക്കി കളയരുത്. ക്ലാസ് ഒക്കെ കൃത്യമായിട്ട് കാണുക, അറ്റൻഡ് ചെയ്യുക, കൃത്യമായിട്ട് വർക്കുകളൊക്കെ ചെയ്ത് അയക്കുക. കേൾക്കുന്നുണ്ടല്ലോ? ക്ലാസ് കഴിഞ്ഞ ഉടനെ മിസ് ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ വർക്ക്, ഈ ലെസണുമായി ബന്ധപ്പെട്ട വർക്ക് മിസ് അയച്ചു തരും. അത് നോക്കി ടെക്സ്റ്റിലും അതുപോലെ നോട്ടിലും എഴുതുക. നോട്ടിൽ എഴുതേണ്ടത് വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും, ബാക്കിയുള്ളവെല്ലാം ടെക്സ്റ്റിലും എഴുതി മിസ്സിന് അയച്ചു തരിക. ഓക്കെ? ഇന്ന് തന്നെ എഴുതിക്കോളൂ, അധിക സമയം എടുക്കണ്ട. നിങ്ങൾ ഇന്ന് തന്നെ എഴുതി അയച്ചേക്കും. മിസ് ചെക്ക് ചെയ്യാൻ ഇന്നാവില്ല, കാരണം മിസ് ഇവിടെ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്, 5:30 വരെ ക്ലാസ് ഉണ്ട്. അപ്പൊ മിസ് അതിനിടയിൽ ചെക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അയച്ചു തന്നോളൂ, എല്ലാവരും ഗ്രൂപ്പിൽ തന്നെ അയച്ചു തരണം.
കേൾക്കുന്നുണ്ടോ? കേട്ടോ? നിങ്ങളോട് പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഈ ലെസൺ നിങ്ങൾ എത്ര പ്രാവശ്യം വായിക്കും? 3 ടൈംസ്. 3 ടൈംസ് വായിച്ചോളൂ. ഉറപ്പാണോ? അതിന് ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമല്ല 3 പ്രാവശ്യം വായിക്കാൻ പറഞ്ഞ ലെസൺ മുഴുവനും 3 പ്രാവശ്യം. അത് നിങ്ങൾ 3 പ്രാവശ്യം വായിക്കുന്നത് ഇന്ന് തന്നെ 3 പ്രാവശ്യം വായിക്കണം മിസ് പറയില്ല. നിങ്ങൾ 3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരാഴ്ചക്കുള്ളിലായിട്ട് വായിക്കുക. അടുത്ത ക്ലാസ് ആവുന്നതിന് മുന്നേ ഒരു 3 പ്രാവശ്യം വായിക്കണം. മുഴുവനും എന്താണ്? സൈൻ ചെയ്തോളൂ നിങ്ങള് കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ. മിസ് കുറച്ച് വാണിംഗ് തന്നിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ആരും ആബ്സെന്റ് ആകരുത്, വീട്ടിൽ വെറുതെ ഇരിക്കരുത്, മടി പിടിക്കരുത്. പേരൻസിനും അതുപോലെ ടീച്ചേഴ്സിനും പണിയാക്കി തരുന്നുണ്ട്. കേട്ടല്ലോ? വെറുതെ വീട്ടിൽ മടി പിടിക്കുന്നവരുടെ അടുത്തേക്ക് മിസ് വരും, തൂക്കി എടുത്തിട്ട് ഇവിടത്തേക്ക് ട്രൂലൈറ്റ് സ്കൂളിൽ കൊണ്ടുവന്നിടും. ഓക്കെ ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ഹോംവർക്ക് എല്ലാം ഒക്കെ എഴുതി അയക്കുക. ലെസൺ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ. ഓക്കെ ഓക്കെ, ബൈ.